നമസ്കാരം, SCS ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അലിവു കാട്ടേണ്ടവർ കണ്ണടക്കുന്നു. ചെറുപുഴയിൽ തീരാദുരിതത്തിൽ 3 കുടുംബങ്ങൾ. തകർന്നു വീഴുന്ന കൈത്തറിയിൽ ഞെരിഞ്ഞമർന്ന് തൊഴിലാളികൾ. ഊടും പാവും നഷ്ടപ്പെട്ട് കണ്ണൂരിലെ നെയ്ത്തുമേഖല. കലയെ ജീവിതമാക്കിയതിന് അംഗീകാരം. പത്മശ്രീ നിറവിൽ EP നാരായണൻ പെരുവണ്ണാൻ. വാർത്തകൾ വിശദമായി. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് കോളനിയിലെ 3 കുടുംബങ്ങൾ. പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വീട് ലഭിക്കാതെ ഷീറ്റ് വലിച്ചു കെട്ടിയ കൂരയിൽ താമസിക്കുകയാണ് ഇവർ. ഒരു ഭാഗത്ത് കർണാടക വനം, മറുവശത്ത് കാര്യങ്കോട് പുഴ. ഇതിനിടയിലാണ് ഈ 3 കുടുംബങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത്. കാട്ടാന കൂട്ടത്തോടെ വന്ന് ഏതു നിമിഷവും ആക്രമിക്കാം. വൻമരങ്ങൾ വന്ന് വീഴാം. ഈ ദുരിതക്കയത്തിലുണ്ടായിരുന്ന 11 കുടുംബങ്ങളിൽ 3 കുടുംബങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളത്. മഴക്കാലമായാൽ ഇവരെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെങ്കിലും ഇതിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ ഇടപെട്ട് ഇവർക്ക് സ്ഥലവും വീടും വെച്ചു കൊടുക്കുവാൻ ധാരണയാവുകയും അതിൽ 3 പേരൊഴികെ മറ്റെല്ലാവർക്കും വീട് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റവും അർഹതപ്പെട്ട 3 കുടുംബങ്ങളെയാണ് ഉദ്യോഗസ്ഥർ ചുവപ്പ് നടയിൽ കുടുക്കിയിട്ടിരിക്കുന്നത്. എത്ര ചോദിക്കണ്ടല്ലാതെ പറയും, നോക്കാതെ എന്ന് പറയും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഏതാ കടലാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കടലാസ് അവർ എവിടെ ഇട്ടിട്ടുണ്ടെന്ന് ആർക്കറിയില്ല. ആറാട്ടുകടവ് കോളനിയിലെ പുതിയ വീട്ടിൽ കൃഷ്ണന് കടുത്ത ശ്വാസമുട്ടലാണ്. ഭാര്യ ഓമനയുടെ കാലിന്റെ എല്ലുപൊട്ടി ശസ്ത്രക്രിയ നടത്തി കമ്പിയിട്ടിട്ട് വർഷങ്ങളായി. വീണ്ടും ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ട് വേണം കമ്പി നീക്കം ചെയ്യാൻ. ഇവരുടെ മൂത്ത മകൾ ഷൈനി ഗുരുതര രോഗം ബാധിച്ച് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. മൂത്ത മകൻ ഷൈജു 8 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണു മരിച്ചു. ഇളയ മകൾ ഷൈല കൂലിപ്പണിയെടുത്താണ് കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത്. അച്ഛനും അമ്മയും സഹോദരിയും രോഗബാധിതരായതോടെ ഇവരെ നോക്കേണ്ടി വന്നതിനാൽ ജോലിക്ക് പോകുവാൻ പറ്റാതെയായി. സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങി 6 വർഷമായി. അവള് ഇങ്ങനെ മരുന്നും ഗുളികയും കഴിച്ചുകൊണ്ട് നടക്കുന്ന. പിന്നെ അവള് പണിക്കെല്ലാം പോയിക്കൊണ്ടുണ്ടായി. ഇപ്പൊ ഇവിടെ നോക്കുന്ന എന്നെ നോക്കുന്നതുകൊണ്ട് അവള് പണിക്കൊന്നും പോയിട്ടില്ല. കാലിന് പൊട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ തേമാനം ഉണ്ടായത്. തേമാനം അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ കാരണമായി. ഇപ്പൊ ഈ കാലിനും കൂടെ തേമാനം തുടങ്ങി. അന്നേരം 2 കാലും നീണ്ടും വേദനയായി. അടുത്ത കാലം മറ്റേ കാലമായി. പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടും ഇപ്പോഴും ഷീറ്റ് വലിച്ചു കെട്ടിയ കുടിലിനു താഴെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കുഞ്ഞിരാമൻ. കൊട്ട നെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് പെൻഷൻ മുടങ്ങിയതോടെ കുഞ്ഞിരാമന്റെ ഏക ആശ്രയം. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്ത് ആന വന്ന ഭയപ്പാടിലാണ് കുഞ്ഞിരാമൻ. വീട്ടുകാരുടെ ആക്കണമെന്ന് പറഞ്ഞാൽ അതാക്കി കൊടുത്തു. അതിന് കൊടുത്തു 30 കൊടുത്തു. ഇതുവരെ വന്നില്ല. ഞാൻ പിന്നെ ബാങ്കിലൊക്കെ പോക്കില്ല. 2 പ്രാവശ്യം പോയി ഞാൻ ചോദിക്കുക. ഇവിടെ കുറേ ആക്കില്ല. കമലക്ക് ഞാനൊക്കെ ഒരാൾക്കും ഉണ്ടല്ലോ. നാട്ടുകാരുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും കനിവിലാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം. 3 കുടുംബങ്ങൾക്ക് കൂടി വീട് ലഭിക്കുവാനുള്ള പരിശ്രമത്തിലാണ് 5ാം വാർഡ് മെമ്പർ CBM തോമസ്. ഈ 3 കുടുംബങ്ങൾക്ക് കൂടി വീട് ലഭിച്ചാൽ മാത്രമേ ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ. ഈ 3 കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാവാത്തതിന് കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം ഇവർക്ക് ചീക്കാട് എന്ന സ്ഥലത്ത് അനുവദിച്ച് കിട്ടിയ സ്ഥലത്തിൻ്റെ പട്ടയം തിരിച്ച് ഏൽപ്പിച്ചില്ല എന്നായിരുന്നു. എന്നാൽ അതെല്ലാം പേപ്പറുകൾ വളരെ കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കുകയും, എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ചില അലംഭാവമാണ് ഇവർക്കിപ്പോൾ വീട് ലഭ്യമാകാത്തതിന് കാരണം. ഒന്നിനു പുറകെ മറ്റൊന്നായി ഇവിടെ ദുരിത പെയ്ത്താണ്. പുഴയ്ക്കും കാടിനുമിടയിൽ ചുവപ്പ് നാടയിൽ നീതി ലഭിക്കാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ 3 കുടുംബങ്ങൾ. 5 മാസമായി പെൻഷൻ ലഭിച്ചിട്ട് കാട്ടാന ശല്യവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും മൂലം ഇവിടെ ഒരു ജനത വീർപ്പുമുട്ടുകയാണ്. സർക്കാരിന്റെ സഹായം അടിയന്തിരമായി ഉറപ്പാക്കണം. ക്യാമറമാൻ ജോൺസണൊപ്പം മരിയ, SCS ന്യൂസ്. തറികൾക്ക് പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ നെയ്ത്ത് മേഖല ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ ആവശ്യത്തിന് ലഭിക്കാത്തതിനാൽ അന്യം നിന്ന് പോവുകയാണ് ഈ പരമ്പരാഗത വ്യവസായം. കണ്ണൂർ ജില്ലയിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന കൈത്തറി നെയ്ത്ത് വ്യവസായ മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള നിലവിളിയിലാണ്. ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലെ നെയ്ത്ത് തറികളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഇന്നധികം കേൾക്കാനില്ല.
2009 മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 13,097 കൈത്തറി സഹകരണ സംഘങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഇന്ന് വിരലിലെണ്ണാവുന്ന സംഘങ്ങൾ മാത്രമാണുള്ളത്. യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് നെയ്തെടുക്കുന്ന മുണ്ടുകൾ, ഷർട്ടുകൾ, സാരി, ധോത്തി, ഫർണിഷിംഗ്, കർട്ടൻ എന്നിങ്ങനെ വിവിധതരം പ്രാദേശിക ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും അവയുടെ കയറ്റുമതിയിലും 1-ാം സ്ഥാനം കണ്ണൂരിനായിരുന്നു. ആ സുവർണകാലം അസ്തമിക്കുകയാണ്. ഒരു മുണ്ട് നെയ്താൽ കാലിയിലെ മുണ്ടാണ് 40 റുപ്യ കൂലി. 2 മുണ്ടോ ഏറി വന്നാൽ 2 മുണ്ടോ ഒരു ദിവസം നെയ്യാൻ കഴിയാം. 3-4 സൊസൈറ്റിയാണ് മര്യാദയ്ക്ക് നടക്കുന്നുള്ളൂ. അഴീക്കോട് ചെർക്കൽ സൊസൈറ്റി, പിന്നെ കാഞ്ഞിരോട്, ഇങ്ങനെയുള്ള സൊസൈറ്റികളും. ബാക്കി സൊസൈറ്റിയൊന്നും പേറ്റിനേ ഉള്ളൂ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് മുൻപ് വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ മേഖലയെ കൂലിക്കുറവും പവർലൂമിൽ നിന്നുള്ള മത്സരവും വലിച്ചു മുറുക്കി. പുതിയ തലമുറ നെയ്ത്തിലേക്ക് കടന്നു വരാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും വില കുറച്ചിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട്. അവിടെ കൂലി കുറവാണ്. അപ്പോൾ കണ്ണൂർ മേഖലയിലെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കൂലി കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് കണക്കായിട്ട് അവർ തന്നെ കൊണ്ടുവന്നിട്ട് വില കുറച്ച് കൊടുക്കും. കോടിക്കണക്കിന് റുപ്യ ഇപ്പം മോദീൻ്റെ വക കൈത്തറിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. തമിഴ്നാട് ആ പ്രദേശങ്ങളിലേക്ക് പോയി. കൈത്തറി നെയ്ത്ത് മേഖലയ്ക്കായി ഒരു പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കുവാൻ സർക്കാർ തയ്യാറായാൽ ഈ വ്യവസായത്തെയും പരമ്പരാഗതമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും സംരക്ഷിക്കാൻ കഴിയും. കൂലി ഏകീകരണത്തിനായി ഒരു വേതന നയം നടപ്പാക്കണം. വനിതകൾക്ക് തൊഴിൽ പരിശീലനം നൽകി ഈ മേഖലയിലേക്ക് കൊണ്ടുവരണം തുടങ്ങിയവയാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ. ഫസ്റ്റിനുള്ള ഒരു വർഷം മുമ്പ് നമുക്ക് 300, 700 അങ്ങനെയാണ് കിട്ടി. ഇപ്പൊ കുറച്ച് ഒരു വർഷമായിട്ട് 900 റുപ്യാണ് കിട്ടല് കയ്യിൽ. ഒരു മാസം 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ DA കിട്ടും. പക്ഷെ നമുക്ക് ഗവൺമെന്റ് തരുന്നില്ല. തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് മൂലം പല കൈത്തറി സംഘങ്ങളുടെയും പ്രവർത്തനം നിലച്ച നിലയിലാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന റിബേറ്റ് തിരികെ ലഭിക്കുന്നതിനുള്ള കാലതാമസവും റിബേറ്റ് കാലയളവ് വെട്ടിക്കുറച്ചതും വാങ്ങുന്ന തുണിയുടെ തുക ഹാൻഡാക്സ് നൽകാത്തതും സംഘങ്ങൾക്ക് ഇരുട്ടടിയായി. ബാങ്കുകളിൽ നിന്നുള്ള വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ വന്നതോടെ പല സംഘങ്ങളും അടച്ചുപൂട്ടി. നെയ്ത്തിൽ നിന്നും ലഭിക്കുന്ന വേതനം വളരെ കുറവായതിനാൽ നെയ്ത്ത് തൊഴിലാളികളിൽ പലരും തൊഴിലുറപ്പ് തൊഴിലാളികളായി മാറി. സർക്കാർ നടപ്പാക്കിയ സൗജന്യ യൂണിഫോം പദ്ധതിയാണ് കൈത്തറി മേഖലയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം. 2017 കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും തൊഴിലാളികളെ ഈ മേഖലയിൽ തന്നെ നിലനിർത്തുന്നതിനുമായി സ്കൂൾ യൂണിഫോം കൈത്തറിയാക്കി പ്രഖ്യാപിച്ചിരുന്നു. യൂണിഫോം തുണികൾ നെയ്യുന്ന ജോലി കൈത്തറി സംഘങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി പരമ്പരാഗത നെയ്ത്ത് ചെയ്യുന്ന തൊഴിലാളികൾ ഇന്ന് ജോലി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. ഇവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൈത്തറി മേഖല ജില്ലയിൽ ഒരോർമ്മയായി മാറാൻ അധിക കാലം വേണ്ടിവരില്ല. ക്യാമറ പേഴ്സൺ സ്വാതിയോടൊപ്പം സാന്ദ്ര CM, SCS ന്യൂസ്. വടക്കേ മലബാറിന്റെ മണ്ണിൽ നിന്നും തെയ്യമെന്ന അനുഷ്ഠാന കലയ്ക്കായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് EP നാരായണൻ പെരുവണ്ണാൻ. 6 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഇദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് പത്മശ്രീയുടെ തിളക്കവുമുണ്ട്. 90-ലധികം കാവുകളിൽ വ്യത്യസ്ത തെയ്യക്കോലം അവതരിപ്പിച്ച് വിശ്വാസികളുടെ മനസ്സിൽ ഇടം നേടിയ നാരായണ പെരുവണ്ണാന്റെ തെയ്യം രംഗത്തെ സബരിക്ക് 6 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 4-ാം വയസ്സിൽ അമ്മയുടെ ചെറുജന്മാവകാശമുള്ള തളിപ്പറമ്പ് തൃച്ചംബരം ഭാഗങ്ങളിൽ ആടിവേടൻ കെട്ടിയാടിയാണ് തെയ്യം കലാരംഗത്തേക്ക് കടന്നു വന്നത്. ഒരു വേടം കെട്ടിയിട്ടാണ് തെയ്യത്തിൻ്റെ പ്രവേശനം. ഇത് വളരെ 4-ാം വയസ്സ് മുതൽ തന്നെ നമ്മുടെ ഈ കർക്കിടക മാസം വീടുകളിലെല്ലാം പോയി കെട്ടിയാടുന്നൊരു തെയ്യങ്ങളാണ്. എല്ലാവരും നമ്മളെ ഈ കർക്കിടക മാസത്തിലുണ്ടാകുന്ന ജീവിതമാർഗമായിട്ടാണ് പണ്ട് കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ തെയ്യത്തിലേക്കുള്ള ചൂട്. 2009 കേരള ഫോക്ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാരം, ഉത്തര മലബാർ തെയ്യം അനുഷ്ഠാനാവകാശ സംരക്ഷണ സമിതി പുരസ്കാരം, 2018 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. 2024 രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായ പത്മശ്രീയും ലഭിച്ചു ഈ 68-കാരന്. രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പരമോന്നത ബഹുമതിയല്ലേ അത്. നമ്മളെ ഈ തെയ്യം മേഖലയിൽ ആർക്കും ഇതുവരെ കിട്ടിയില്ല. തെയ്യം കിട്ടുന്ന ആർക്കും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു പദവി നമുക്ക് എന്തായാലും ഭാരത സർക്കാർ നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മുടെ തെയ്യത്തിന് അവരുടെ ഇതിലേക്ക് അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു തെളിവും കൂടിയാണ് ഈ പത്മശ്രീ പുരസ്കാരം.
വളപട്ടണം മുച്ചിലോട്ടുകാവിൽ ഭഗവതിയുടെ തോറ്റത്തിന്റെ തയ്യാറെടുപ്പുകൾ നടക്കാനിരിക്കെയാണ് പുരസ്കാര വിവരം അറിയുന്നത്. നീണ്ട 32 വർഷം തെയ്യം കെട്ടിയാടിയ ക്ഷേത്രത്തിൽ വെച്ചു തന്നെ ഇങ്ങനെയൊരു അംഗീകാരം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 6 പതിറ്റാണ്ട് പിന്നിടുന്ന കലാജീവിതത്തിലെ പൊൻതൂവലാണ് പത്മശ്രീ. കലകൾക്കേറെ പ്രാധാന്യം നൽകുന്ന കേരള നാടിന്റെ യശസ് ഉയർത്തുകയാണ് നാരായണ പെരുവണ്ണാൻ. ക്യാമറ പേഴ്സൺ അശ്വതിയോടൊപ്പം വർഷ, SES ന്യൂസ്. മികച്ച അംഗനവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി കണ്ണൂർ ജില്ലയിലെ കൊടോളിപ്പുറം അംഗനവാടി. പരിശോധനയിൽ മുഴുവൻ മാർക്കും നേടിയാണ് അംഗനവാടി പുരസ്കാരത്തിന് അർഹമായത്. കൂടാളി പഞ്ചായത്തിലെ കൊടോളിപ്പുറം അംഗനവാടിക്ക് മികച്ച അംഗനവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം. ഇവിടെ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പ്രവർത്തന മികവിനെയും അടിസ്ഥാനമാക്കിയാണ് അവാർഡിന് പരിഗണിച്ചത്. 2021 മെയ്യിൽ ചിന്തോലിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം അംഗൻവാടി എല്ലാം ചെറിയ റൂമും സൗകര്യക്കുറവും കാരണം നമ്മുടെ മെമ്പറെ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ നമ്മുടെ സൂപ്പർവൈസറുടെയും മെമ്പറുടെയും അകമഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ അംഗൻവാടിക്ക് കുടിവെള്ള സൗകര്യം, കിണർ, ക്ലാസ് റൂം സൗകര്യം, പിന്നെ അടുക്കള എല്ലാം എത്തിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫർണിച്ചർ സാധനങ്ങൾ, നമുക്ക് പച്ചക്കറിയൊക്കെ നടാൻ കത്തി വരയ്ക്കാണ്, കൈക്കോട്ട് വരയ്ക്കോട്ടിലൂടെ കളിയുമ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ CDO സൂപ്പർവൈസറും പിന്നെ ബഹുമാന്യായ മെമ്പറും എല്ലാ സൗകര്യങ്ങളും നമുക്ക് എത്തിത്തന്നിട്ടുണ്ട്. മറ്റംഗനവാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ പ്രത്യേകതകളുണ്ട് ഈ അംഗനവാടിക്ക്. 13 സെന്റ് ഭൂമിയിൽ മികച്ച കെട്ടിടം, കിണർ, വാട്ടർ പ്യൂരിഫയർ, ബേബി ഫ്രണ്ട്ലി ശുചിമുറി, വർക്ക് ഏരിയ, കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണശാല, വിശ്രമമുറി, ടെലിവിഷൻ, എല്ലാത്തിനും പുറമെ ഭംഗിയും വിശാലവുമായ പഠനമുറിയും ഇവിടുത്തെ പ്രത്യേകതയാണ്. പോഷകബാല്യം വളർത്തിയെടുക്കാനായി സംസ്ഥാന തലത്തിൽ തന്നെ വേറിട്ട മെനു ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നത്. ഇഡലി, സാമ്പാർ, ദോശ, കടലക്കറി, ബിരിയാണി, കേസരി, മുട്ടയപ്പം തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി കുട്ടികൾക്ക് നൽകാറുണ്ട്. 30 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. മക്കളെ വളരെ നല്ല രീതിയിലുള്ള കെയർ കൊടുത്ത് നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും പ്രവർത്തനങ്ങളും മറ്റ് എല്ലാ കാര്യം കൊണ്ടും മികച്ച അംഗനവാടിയാണ് ഇത്. ഞങ്ങളുടെ 2 വർഷം അംഗനവാടി തന്നെ കുട്ടീനെ പഠിപ്പിച്ചിരുന്നു. ജില്ലയിലെ മുഴുവൻ അംഗനവാടികളിലും പരിശോധന നടത്തിയതിൽ മുഴുവൻ മാർക്കും നേടിയാണ് കൊടോളിപ്പുറം അംഗനവാടി സംസ്ഥാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഇന്നത്തെ ഹൈടെക് അംഗൻവാടിയായിട്ടാണ് ഉള്ളത്. അതായത് നിറയെ ചുമർചിത്രങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള കസേരയും മേശയും TV ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണവും. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുക, അംഗൻവാടിയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം ആ അംഗൻവാടിയെ മികച്ച അംഗൻവാടിയായി ഉയർത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം രൂപ വകയിരുത്തി. അതോടൊപ്പം തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപയും കിട്ടിക്കൊണ്ടാണ് ആ രീതിയിൽ 8 ലക്ഷം രൂപക്ക് നമ്മൾ നല്ല ഒരു അംഗൻവാടിയാക്കി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി അംഗൻവാടിയെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 3 വർഷം കൊണ്ടാണ് കൊടോളിപ്പുറം അംഗനവാടി മികവിന്റെ സ്ഥാപനമായി വളർന്നത്. വി ഹഫ്സത്ത് അംഗനവാടി വർക്കറും K നളിനി ഹെൽപ്പറുമാണ്. അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകളെ കൈപിടിച്ച് നടത്താൻ ഇനിയും ഇതുപോലുള്ള മികച്ച അംഗനവാടികൾ ഉണ്ടാകട്ടെ. ക്യാമറ പേഴ്സൺ വർഷ TVക്കൊപ്പം അശ്വതി K, SES ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. അലിവു കാട്ടേണ്ടവർ കണ്ണടക്കുന്നു. ചെറുപുഴയിൽ തീരാദുരിതത്തിൽ 3 കുടുംബങ്ങൾ. തകർന്നു വീഴുന്ന കൈത്തറിയിൽ ഞെരിഞ്ഞമർന്ന് തൊഴിലാളികൾ. ഊടും പാവും നഷ്ടപ്പെട്ട് കണ്ണൂരിലെ നെയ്ത്തുമേഖല. കലയെ ജീവിതമാക്കിയതിന് അംഗീകാരം. പത്മശ്രീ നിറവിൽ EP നാരായണൻ പെരുവണ്ണാൻ. ഈ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.